ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നതിനാൽ തന്നെ ഇന്ന് സഭയ്ക്കകത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകരും രാഷ്ട്രീയ കേന്ദ്രങ്ങളുമൊക്കെ ഉറ്റുനോക്കുന്നത്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചകൾ ഇന്ന് നിയമസഭയിൽ നടക്കും. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം പ്രമാണിച്ച് ഇന്ന് അടിയന്തര പ്രമേയം ഉണ്ടായേക്കില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ സഭയിലെത്താൻ സാധ്യതയില്ല. ഇന്ന് പിരിഞ്ഞാൽ ചൊവ്വാഴ്ചയെ സഭ പുനരാരംഭിക്കും. സൈഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സൈഫ് സഭയിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളൊന്നും സഭയിലെത്തിയേക്കില്ല എന്നുള്ള സൂചനകളുണ്ട്. അത് തന്നെയാണ് അവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് എന്തൊക്കെയാണ് മറ്റു ചർച്ചകൾ അവിടെ നടക്കുക? ഇന്ന് സൈഫുദ്ദീൻ, യഥാർത്ഥത്തിൽ ഒരു വലിയ ചർച്ച നടക്കേണ്ട ദിവസമാണ്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് നടക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും എല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ നിയമസഭയ്ക്കുള്ളിൽ വലിയ ചർച്ചയായി വരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ പൊതുഭരണ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഇന്ന് കാര്യമായ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF-ലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ വൈകുന്നേരം തന്നെ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അടിയന്തര പ്രമേയം ഉണ്ടാകില്ല എന്നാണ് ഇതുവരെ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടെങ്കിൽ വാക്കൗട്ട് പ്രസംഗം അടക്കം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് അടിയന്തര പ്രമേയം ഉണ്ടാകാൻ സാധ്യതയില്ല. ചോദ്യോത്തരവേളയിൽ ആദ്യ ചോദ്യം വരുന്നത് പെരിയാറിലെ മത്സ്യനാശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ചില വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ മുഖ്യമന്ത്രി നൽകിയിരുന്നു. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാവുക. ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ ഇന്ന് അടിയന്തര പ്രമേയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധ ക്ഷണിക്കലിലേക്കായിരിക്കും പോവുക, പിന്നീട് സബ്മിഷനിലേക്കും പോകും. പിന്നീടായിരിക്കും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഉപധനാഭ്യർത്ഥനകൾ നടക്കുന്നത്. പ്രതിപക്ഷം അങ്ങനെ കാര്യമായി ഇല്ലാത്തതുകൊണ്ട് സഭാ നടപടികൾ ഇന്ന് വേഗത്തിൽ പൂർത്തീകരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സഭ പിരിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്ന് സഭ പിരിഞ്ഞാൽ ഇനി ചൊവ്വാഴ്ച മാത്രമേ ചേരുകയുള്ളൂ. കാരണം നാളെ മുതൽ 3 ദിവസത്തേക്ക് 13, 14, 15 തീയതികളിൽ ലോക കേരള സഭ നിയമസഭയിൽ നടക്കുകയാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗവർണറെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ മനസ്സിന് എന്ന കാര്യത്തിൽ പിന്നീട് മാത്രമേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പിന്നീടുള്ള 2 ദിവസം 14, 15 തീയതികളിൽ സഭയ്ക്കുള്ളിൽ ശങ്കരൻ നാരായണ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ലോക കേരള സഭ സമ്മേളിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് രാത്രിയോടുകൂടി, നാളെ രാവിലെയായിട്ടും തിരുവനന്തപുരത്ത് എത്തിച്ചേരും. 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് 2 ദിവസം അവധിയാണ്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട അവധിയാണ്. 17-ാം തീയതിയാണ് ബലിപെരുന്നാൾ നടക്കുന്നത്. അതുകൊണ്ട് ഇനി 18-ാം തീയതി മാത്രമേ സഭ ചേരുകയുള്ളൂ. ഇന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമായിരുന്നെങ്കിൽ ഇന്ന് കാര്യമായ ചർച്ചകളോ ബഹളങ്ങളോ ഒന്നും സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത. ശരി, ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് ഇന്ന് കാര്യമായി നടക്കാൻ പോകുന്നത്. സൈഫ്, ഈ ബാർക്കോഴയിൽ കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കോൺഗ്രസ് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്ന് സഭയ്ക്ക് പുറത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ വലിയ മാർച്ചൊക്കെ നടന്നിരുന്നു. അപ്പോൾ ബാർക്കോടയിൽ ഒരു തുടർ സമര പരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും ആലോചിക്കുന്നത്? അതിനകത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ ഇതിനകം UDF-ൽ ഉണ്ടോ, കോൺഗ്രസിനകത്തുണ്ടോ? അത് അവർ വിചാരിച്ച രീതിയിൽ കത്തി കയറിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് വിചാരിച്ച രീതിയിൽ അങ്ങനെ കത്തി കയറിയിട്ടില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് സജീവ ചർച്ചയാക്കി നിർത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു. കാരണം ആദ്യ ബാർക്കോഴയുമായി ബന്ധപ്പെടുത്തിയാണ്, കെ മാണിയുമായി ബന്ധപ്പെട്ട് ആദ്യം ഉണ്ടായിരുന്ന ബാർക്കോഴയുമായി ബന്ധപ്പെടുത്തിയാണ് രണ്ടാമത്തെ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത്. പക്ഷേ അത് വിവിധ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചു. കാര്യമായ തെളിവുകളൊന്നും ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് ഇത് പുറത്തു വന്നു, എന്താണ് അതിനകത്ത് സംഭവിച്ചത്, കോഴ വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പണം പിരിച്ചത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ സമരപരിപാടികൾ പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്ന് UDF-ന്റെ മാർച്ച് നിയമസഭയിലേക്ക് നടക്കേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് ആ UDF-ന്റെ മാർച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സഭ ചേരുന്ന ചൊവ്വാഴ്ചയായിരിക്കും ചിലപ്പോൾ മാർച്ച് ഉണ്ടാവുക. അങ്ങനെ സഭയ്ക്ക് അകത്തത് ആ വിഷയം ആദ്യ ദിവസം തന്നെ ഉന്നയിച്ചു, അതൊന്ന് കത്തിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ സമരപരിപാടികളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ഇനി ചൊവ്വാഴ്ചയായിരിക്കും സമരം ഉണ്ടാവുക. ആ വിഷയം സജീവമാക്കി നിർത്തുക. ഈ സഭാ സമ്മേളന കാലയളവിൽ വിവിധ ചോദ്യങ്ങളിലൂടെയും സബ്മിഷനിലൂടെയും മറ്റുമൊക്കെ അത് സജീവമാക്കി നിർത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട് UDF. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ നേരത്തെ വിട്ടുപോയതാണ്. സഭയ്ക്കുള്ളിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി കൂടി നടക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, 2 സ്ഥാനാർത്ഥികൾ, LDF-ന്റെ 2 രാജ്യസഭാ സ്ഥാനാർത്ഥികൾ PP സുനീറും ജോസ് കെ മാണി ഇന്ന് രാവിലെ 11 മണിയോടുകൂടി നിയമസഭയിൽ എത്തി അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട LDF-ന്റെ നേതാക്കൾക്കൊപ്പമായിരിക്കും ഈ 2 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. സൈഫുദ്ദീൻ.